അതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു ഹെഡിങ് എഴുതിക്കോ, മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഹെഡിങ് എഴുത്, മോഷൻ അണ്ടർ ഗ്രാവിറ്റി. എഴുതിയോ? മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അതില് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു എന്താണ് ഒബ്ജക്ട് ത്രോൺ അപ്വേർഡ് സിറ്റുവേഷനിലാണെങ്കിലും ഒരു ഫ്രീലി ഫോളിങ് സിറ്റുവേഷനിലാണെങ്കിലും ഒക്കെ നമുക്ക് ഗ്രാവിറ്റിയിലെ ഇൻഫ്ലുവൻസിലാണല്ലേ ആ മോഷൻ നടക്കുന്നത്, ആണോ? ഒരു സബ്സ്റ്റൻസിന് നേരെ മുകളിലേക്ക് എറിയുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഫ്രീലി ഫോളിങ് സബ്സ്റ്റൻസ് ആണെങ്കിലൊക്കെ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലുള്ള മോഷൻ അല്ലേ, ആണോ? അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലുള്ള മോഷൻ ആണെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനെ എങ്ങനെ ഉപയോഗിക്കും, അതാണ് നമുക്ക് അറിയേണ്ടത്. മോഷൻ അണ്ടർ ഗ്രാവിറ്റി സിറ്റുവേഷനിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മോഷൻ അണ്ടർ ഗ്രാവിറ്റി സിറ്റുവേഷനിൽ ഇക്വേഷൻസ് ഓഫ് മോഷനെ ഉപയോഗിക്കാം. എപ്പോഴാണെങ്കിലും ഒരു സബ്സ്റ്റൻസ് മുകളിലേക്ക് എറിയുകയാണെങ്കിലും താഴോട്ടേക്ക് നീങ്ങുകയാണെങ്കിലും ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? If a substance is thrown vertically upward or if it is a freely falling substance, ഏത് സാഹചര്യത്തിലാണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്, അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഞാനിപ്പോ let's understand the motion under gravity situation. അതിനു വേണ്ടിയിട്ട് കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ കണ്ടോ? യെസ്, അതിലിന്നെ തന്നെ കണ്ടില്ല നിങ്ങള്? ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ യു ക്യാൻ സീ എ ഫ്രീലി ഫോളിങ്. വീഴുന്നില്ലേ? ഓക്കെ, കണ്ടോ? കാണുന്നുണ്ടോ കുട്ടികളെ? ആ ഫ്രീലി ഫോളിങ് സബ്സ്റ്റൻസ് വീഴുന്ന സമയത്ത് അത് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാണല്ലേ ഞാൻ ചെയ്തത്, ആണോ? ആണോ? ആ ഡ്രോപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 0 ആണെന്ന് പറയേണ്ടി വരും, അല്ലേ? ആണോ? അപ്പം ഫ്രീലി ഫോളിങ് സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇസ് 0. നിങ്ങൾക്കറിയാമല്ലോ. ഡു യു നോ ദാറ്റ്? അത് മേലോട്ടേക്കാണോ പോകുന്നത്, താഴോട്ടേക്കാണോ വരുന്നത്? താഴോട്ടേക്കാണ്. എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് വരുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടേക്കാണ്, അല്ലെ? ആണോ? അപ്പം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് താഴോട്ടേക്ക് ഉണ്ട്, അല്ലേ? ഉണ്ടോ? അങ്ങനെയാണ് അതിന്റെ മേലെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ താഴോട്ടേക്ക് തന്നെ ആയിരിക്കില്ലേ? ആണ്. അപ്പം ഫോഴ്സ് താഴോട്ടേക്കാണ്, അതുകൊണ്ട് ഒരു ആക്സിലറേഷൻ താഴോട്ടേക്ക് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉള്ള ആക്സിലറേഷൻ എനിക്ക് -g എന്ന് പറഞ്ഞൂടെ? പറയാമോ? ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യി നമ്മളുടെ ഈ സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് ഇല്ലേ? എത്ര ഹൈറ്റ് എന്നാ ഈ സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു h ഹൈറ്റിലാണ്. ആ സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലത്ത് ടച്ച് ചെയ്യുന്ന സമയത്തുള്ള ഫൈനൽ വെലോസിറ്റി എത്രയാണ്? അത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ? അത് ഡ്രോപ്പ് ചെയ്ത സമയത്തുള്ള ഫൈനൽ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു. അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ അത് എത്ര ടൈം കൊണ്ടാണ് താഴെ വീഴുക എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ എത്ര ടൈമിനോണ്ടാണ് താഴെ വീഴുക, അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക?
ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചൂടെ? ഏതൊക്കെയാ നമുക്ക് അറിയുന്ന 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ? What are the 3 equations of motion that we know? U plus AT, S is equal to UT plus half AT square, 2AC is equal to V square minus U square. S is equal to UT plus half AT square, V square minus U square is equal to 2AS. അല്ലെ? ഈ 3 ഇക്വേഷൻസ് നമുക്ക് പരിചയമുണ്ട്. ഇതില് U അറിയോ? U അറിയാം, 0 ആണ്. A അറിയോ? A അറിയാം, മൈനസ് ജി. എന്തുകൊണ്ടാണ് മൈനസ് ജി എന്ന് എഴുതിയത്? കാരണം ആക്സിലറേഷൻ താഴോട്ടേക്കാണ്, ശരിയല്ലേ? എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ താഴോട്ടേക്കായത്? ഫോഴ്സ് താഴോട്ടേക്കാണ്. ഫോഴ്സ് താഴോട്ടേക്ക് ആയതുകൊണ്ട് ആക്സിലറേഷൻ താഴോട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? A equal to മൈനസ് ജി. ക്ലിയർ അല്ലേ? Is that clear to you? Sir. പറയും. Sir, gravitational force എപ്പോഴും താഴേക്കല്ലേ വരുന്നത്? ആണ്. അപ്പോ ആക്സിലറേഷനും താഴോട്ടേക്ക് ആയതുകൊണ്ട് അത് ജി എന്നല്ലേ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാ മൈനസ് ജി എങ്ങനെയാവുന്ന? കൺവെൻഷനൽ ആയിട്ട് നമ്മള് അപ്വേർഡ് ഉള്ള സാധനത്തിനെ പോസിറ്റീവ് ആയിട്ടും ഡൗൺവേർഡ് ഉള്ള സാധനത്തിനെ നെഗറ്റീവ് ആയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യാറ് കൺവെൻഷൻ. അതേപോലെ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടും ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുമാണ് യൂസ് ചെയ്യാം. അറിയില്ലേ? അപ്പം ആക്സിലറേഷൻ എങ്ങോട്ടാ? അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? ഡൗൺവേർഡ്. ഡൗൺവേർഡ് ഉള്ളതിനെ നമ്മൾ ഏത് സൈൻ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്? 1 ഡയമെൻഷൻ മോഷൻ നെഗറ്റീവ്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ മൈനസ് ജി ചെയ്തത്. മനസ്സിലായോ? ഓക്കെ സർ. അപ്പം നിങ്ങൾ ഇതിൽ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സബ്സ്റ്റൻസിനെ മേലോട്ടേക്ക് എറിയാണെങ്കിലും ആക്സിലറേഷൻ മൈനസ് ജി തന്നെയാണ്. എന്തുകൊണ്ടാ? ഒരു കല്ല് മേലോട്ടേക്ക് എടുത്തെറിയുന്ന സമയത്തും കല്ലിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ടേക്ക്. അപ്പൊ പിന്നെ ആക്സിലറേഷൻ എങ്ങോട്ടാ? താഴോട്ടേക്ക്. അപ്പം മോഷൻ അണ്ടർ ഗ്രാവിറ്റി സിറ്റുവേഷനിൽ സബ്സ്റ്റൻസിന് മേലോട്ടേക്ക് എറിയാണെങ്കിലും താഴോട്ടേക്ക് വരികയാണെങ്കിലും ഒക്കെ അതിന്റെ ആക്സിലറേഷൻ പ്ലസ് ജി ആണോ മൈനസ് ജി ആണോ? മൈനസ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിക്കാണ്. എന്തായാലും ലെറ്റ്സ് യൂസ് ദിസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓവർ ഹിയർ. എത്ര ഹൈറ്റ് നിന്നാണ് സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്തത്? സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്തത് h ഹൈറ്റിൽ നിന്നാണ് അല്ലേ? ആണോ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഞാൻ മൈനസ് എച്ച് എഴുതു. അതെന്താ ഞാൻ മൈനസ് എച്ച് എഴുതിയത്? ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടേക്കല്ലേ? കല്ല് താഴോട്ടേക്കല്ലേ വീഴുന്നത്? അതുകൊണ്ട് ആ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് മൈനസ് എച്ച് എഴുതിയാൽ തെറ്റൊന്നുമല്ലല്ലോ. തെറ്റാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇക്വൽ ടു AS നമ്മൾ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി സ്ക്വയർ മൈനസ് യു സ്ക്വയറിന് പകരം 0 അല്ലേ? is equal to 2 into എക്ക് പകരം മൈനസ് ജി, എസിന് പകരം മൈനസ് എച്ച്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GH എന്നുള്ള ഒരു ഫോർമുല കിട്ടിയില്ലേ? കിട്ടിയോ? അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GH എന്നുള്ള ഒരു ഫോർമുല നമുക്ക് കിട്ടി. അതിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു ആണ് റൂട്ട് ഓഫ് 2GH. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു സാധനത്തിനെ താഴോട്ടേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വെലോസിറ്റിയിലാണ് താഴെ വന്ന് വീഴുക? അത് റൂട്ട് ഓഫ് 2GH വെലോസിറ്റിയിലാണ് താഴെ വന്ന് വീഴുക. ക്ലിയർ ആണോ? ഇനി എത്ര ടൈമിനോണ്ട് അത് താഴെ എത്തുമെന്ന് ചോദിച്ചു. എത്ര ടൈമിനോണ്ട് അത് താഴെ എത്തുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 ഇക്വേഷൻ വേണം യൂസ് ചെയ്യാം. ഒന്നിപ്പോ വി അറിയുന്നത് കൊണ്ട് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ? ആണോ? അതായത് ലെറ്റ്സ് ട്രൈ ടു യൂസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT. അതില്
V is equal to U എത്രയാ? 0 അല്ലേ? U0 മൈനസ് GT എന്ന് എഴുതിക്കൂടെ? എക്ക് പകരം മൈനസ് G. അങ്ങനെയാണ് V is equal to മൈനസ് GT എന്ന് കിട്ടി അല്ലേ? കിട്ടിയോ? Yes, sir. അങ്ങനെയാണെങ്കിൽ T is equal to V by G എന്ന് എഴുതാം അല്ലെ? എഴുതാമോ? അല്ലെങ്കിൽ മൈനസ് V by G എന്ന് എഴുതാം. എഴുതിക്കൂടെ? Yes or no, students? Yes, sir. Yes, sir. ഇവിടെ ഫൈനൽ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ബോൾ വീഴുന്ന സമയത്തുള്ള ഫൈനൽ വെലോസിറ്റിയും താഴോട്ടേക്ക് തന്നെയല്ലേ? Yes, sir. ആണോ? അപ്പം ആ ഫൈനൽ വെലോസിറ്റി താഴോട്ടേക്കാണ്. ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? Negative. നെഗറ്റീവ്. അപ്പം വിനെയും നെഗറ്റീവ് എഴുതിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവ് ആവില്ലേ? മൈനസ് വി ഈസ് ഈക്വൽ ടു മൈനസ് ജി ടി എഴുതിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് വി ബൈ ജി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടൂലേ? Yes, sir. അങ്ങനെയാണ് ടി ഈസ് ഈക്വൽ ടു വിക്ക് പകരം എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ ജി. എഴുതി കൂടെ? എഴുതാമോ? Yes, sir. Yes, sir. അങ്ങനെയാണെങ്കിൽ Yes, sir. മേലെ റൂട്ട് ജിയും താഴെ ഒരു ജിയും ഉണ്ട്. മേലെ റൂട്ട് ജിയും താഴെ ഒരു ജിയും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 2H ഡിവൈഡഡ് ബൈ റൂട്ട് ജി ഇങ്ങനെ എഴുതി കൂടെ? ജിയും റൂട്ട് ജിയും വെട്ടിയിട്ടുണ്ട്. ഡിനോമിനേറ്റർ റൂട്ട് ജി വരും. അതുകൊണ്ട് റൂട്ട് ഓഫ് 2H ബൈ ജി. Are we getting an equation like this? Yes or no? Yes, sir. ഇതും നമ്മൾക്ക് ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഒരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് എത്ര ടൈമിനോണ്ടാണ് താഴത്തേക്ക് വീഴുക? റൂട്ട് ഓഫ് 2H ബൈ ജി ടൈമിനോണ്ടാണ് താഴത്തേക്ക് വീഴുക. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? Yes, sir. Yes, sir. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യും. അങ്ങനെയാണ് ഒരു ചോദ്യം എഴുത്. A substance is dropped from a building of height. A substance is dropped from a building of height 200 meter. What is the final velocity of the substance and time taken to reach the ground? A substance is dropped from a height of 200 meter. What is the final velocity of the substance and time taken to reach the ground? എഴുതിയോ? എഴുതി കുട്ടികളെ? Yes, sir. അപ്പം ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല യൂസ് ചെയ്തൂടെ? ഫോർമുലേനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തൂടെ? വി കണ്ടുപിടിക്കാൻ ഏത് ഫോർമുല യൂസ് ചെയ്യാം? Root 2GH. അവിടെ ജീനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ 10 എന്ന് എടുത്തോ. ശരിക്കും 9.8 ആണ്. നമ്മൾ കാൽക്കുലേഷൻ പേർപ്പസിൽ ജീനെ അപ്രോക്സിമേറ്റ്ലി 10 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 into 10 into 200 അല്ലേ? എത്ര കിട്ടാം? 4,000. റൂട്ട് ഓഫ്
4000 അല്ലേ? ആണോ? 4000 400 into 10 എന്ന് എഴുതി കൂടെ? Yes, sir. 400 എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് എത്രയാ? 20. അപ്പൊ വേണേ 20 root 10 എന്നൊക്കെ എഴുതല്ലേ? എത്ര മീറ്റർ പെർ സെക്കൻഡ്? ക്ലിയർ ആണോ? Yes, sir. യെസ്. ഇനി ടൈം എത്രയാ? ടൈം Root 2h by g. റൂട്ട് ഓഫ് 2h by g ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 2 into 200 divided by 10. നമ്മൾ അതിന്റെ സൈൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞതിനോണ്ട് പിന്നെയും നമ്മൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത് അപ്പൊ എത്ര കിട്ടും? 400 by 10. അപ്പം റൂട്ട് 40 ആണോ? ആണോ? റൂട്ട് 40നെ 4 into 10 എന്ന് എഴുതാം. അത് 2 root 10 എഴുതി കൂടെ? Yes, sir. ക്ലിയർ ആണോ കുട്ടികളെ? Yes, sir. Yes, sir. Clear. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഈ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ഇല്ലേ, അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുന്നു? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണുക. ഇവിടെ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിൽ സബ്സ്റ്റൻസ് എങ്ങോട്ടാണ് നീങ്ങുന്നത്? മേലോട്ടേക്കാണോ താഴോട്ടേക്കാണോ? അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ത്രൂ ഔട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? Negative. വെലോസിറ്റി ത്രൂ ഔട്ട് നെഗറ്റീവ് ആണ്. വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അത് യൂണിഫോം വെലോസിറ്റിയിലാണോ താഴോട്ടേക്ക് വീഴുന്നത്, അതോ യൂണിഫോം ആക്സിലറേഷനിലാണോ താഴോട്ടേക്ക് വീഴുന്നത്? Uniform acceleration. യൂണിഫോം ആക്സിലറേഷനിൽ. അതിന്റെ വെലോസിറ്റി അല്ല കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ്. വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? Yes, sir. Yes, sir. വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഈ ഭാഗത്തായിരിക്കും ഗ്രാഫ് വരയ്ക്കേണ്ടി വരിക. Yes, sir. അതെ, കാരണം വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0. സീറോ. ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് മാക്സിമം ആണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി അത്യാവശ്യം കൂടുതലായിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പഠിച്ചിട്ടില്ലേ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പഠിച്ചിട്ടുണ്ടോ? യെസ്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി 0 ആവണം, ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് ആവണം, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവണം, വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവണം. അതിന്റെ അർത്ഥം ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾ മനസ്സിലാക്കി ഇല്ലേ? Yes, sir. വരച്ചെടുത്തല്ലേ? ഇനി ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ എന്ത് വരയ്ക്കാൻ പറഞ്ഞു? ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റും ആണ്. ആക്സിലറേഷൻ നെഗറ്റീവും ആക്സിലറേഷൻ കോൺസ്റ്റന്റും ആണെങ്കിൽ ഇതായിരിക്കണം ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അല്ലേ? അതായത് അതിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫും വരച്ചോ. Have you drawn the acceleration time graph also? Yes, sir. Yes. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഇനി ഞാൻ പറയുന്നതില്
ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഒരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് നിലത്ത് കുത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയാന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ നമുക്കിപ്പം എന്ത് ചെയ്തു? നമുക്ക് അത് നിലത്തെത്താൻ എടുക്കുന്ന ടൈമും മനസ്സിലായി അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അടുത്തൊരു ചോദ്യം എഴുതിക്കോ. ഫൈൻഡ് ഔട്ട് ദ displacement of the substance freely falling find out the displacement of the substance freely falling after 3 seconds. After 3 seconds. ഇപ്പൊ എന്താ ചോദിച്ചത്? ഇപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ. ആരെ? ഒരു ഫ്രീലി ഫോളിംഗ് എത്ര ടൈം കഴിയുമ്പോ? 3 സെക്കൻഡ്. 3 സെക്കൻഡ് കഴിയും. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാം, സബ്സ്റ്റൻസിനെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതായിട്ടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ അത് കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ അതിനെ? അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ബോൾ ഇങ്ങനെ താഴത്തേക്ക് വീണിട്ട് ഇതാ ഇവിടെ എത്തി. ഇപ്പോഴേക്ക് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു സബ്സ്റ്റൻസ് ഫ്രീ ഫോളിലാണെങ്കിൽ 3 സെക്കൻഡിന് ശേഷം ദാ ഇത്ര ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും പറഞ്ഞൂടെ? മനസ്സിലാവുണ്ടോ? സിറ്റുവേഷൻ ഇമാജിൻ ചെയ്തൂടെ? യെസ്. അപ്പം അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3 സെക്കൻഡ്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടെ ഇക്വേഷൻസോ മോഷനോ ഉപയോഗിക്കാം. എങ്ങനെയൊക്കെ? ടൈം 3 സെക്കൻഡ് ആണ്, ആയിക്കോട്ടെ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0 ആണ്. ആക്സിലറേഷനെ നമുക്ക് -g എന്ന് എടുക്കാം അല്ലേ? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതാ S = ut + ½ at² എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം അല്ലേ? കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എസിന് പകരം ഞാൻ h എഴുതുകയാണ്. u എത്രയാ? u 0 ആണ്. പ്ലസ് ½ × a ക്ക് പകരം എന്ത് കൊടുക്കാം? a ക്ക് പകരം എന്ത് കൊടുക്കാം? -g × t² പകരം 3² അല്ലേ? അപ്പൊ h = നമുക്ക് എന്ത് കിട്ടും? 1/2 × -10 × 3² 9 അല്ലേ? അപ്പം 9 × 5 9 × 5 എത്രയാ? 45 മീറ്റർ ആണ്. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? അപ്പൊ 3 സെക്കൻഡിനോട് എത്ര ദൂരം നീങ്ങിയിട്ടുണ്ട്? 3 സെക്കൻഡ് -45. എന്താ ഈ -45 സൂചിപ്പിക്കുന്ന വെച്ചിട്ട് താഴത്തേക്കല്ലേ നീങ്ങിയത് അല്ലേ? എടാ u 0 അല്ലേ? അപ്പൊ പിന്നെ 0 × t എന്ന് പറയുമ്പോ 0 × 3 എന്ന് പറയുന്നത് 0 തന്നെയല്ലേ? മനസ്സിലായോ? ഓക്കെ സർ. ഇവിടെ അല്ല ഇനി ഉദ്ദേശിച്ചത്, ഇവിടെ 0 വന്നത്. അത് 0 × 3 എന്ന് പറയുമ്പോ 0. ക്ലിയർ അല്ലേ? അപ്പോൾ h -45 മീറ്റർ എന്ന് കിട്ടി. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 3 സെക്കൻഡിനോണ്ട് എത്ര ദൂരം നീങ്ങുന്നുണ്ട്? 45 മീറ്റർ ദൂരം നീങ്ങുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി അടുത്ത ഒരു ചോദ്യം എഴുത്. ഇത് കഴിഞ്ഞോ? ഇത് കംപ്ലീറ്റ് ചെയ്തോ?
Yes, sir. Yes, sir. യെസ്. അടുത്തൊരു ചോദ്യം എഴുത്. ഫൈൻഡ് ഔട്ട് ദ displacement of a freely falling substance. Find out the displacement of a freely falling substance in the third second. Find out the displacement of the freely falling substance in the third second. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ടൈമില് അത് എന്റെ കയ്യിലായിരുന്നു അല്ലെ, ആ ബോള് ആണോ? Sir. അത് റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡോട് ഇത്ര ദൂരം നീങ്ങി, കാണുന്നില്ലേ ബോൾ എത്തിയ ഇല്ലേ? Yes, sir. സെക്കൻഡ് സെക്കൻഡോട് ആ ബോൾ ഇത്ര ദൂരം നീങ്ങി, കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? തേർഡ് സെക്കൻഡോണ്ട് ആ ബോൾ നീങ്ങിയ ദൂരമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. തേർഡ് സെക്കൻഡോണ്ട് ആ ബോൾ നീങ്ങിയ ദൂരം അല്ലേ? ആണോ? ആണോ? അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ തേർഡ് സെക്കൻഡ് എന്ന് ചോദിക്കുമ്പം ദാ തേർഡ് സെക്കൻഡിൽ ഒരു ഇത്ര ദൂരം നീങ്ങിയിട്ടുണ്ട് അല്ലേ? ഇല്ലേ? യെസ്. എന്തായാലും ചോദ്യം മനസ്സിലായില്ലേ? ഫസ്റ്റ് ചോദിച്ചത് 3 സെക്കൻഡോടുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ രണ്ടാമത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം മൂന്നാമത്തെ സെക്കൻഡിൽ അത് എത്ര ദൂരം നീങ്ങി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. നമ്മളുടെ നാലാമത്തെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതി വെച്ചോ. ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയിട്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ nth സെക്കൻഡ് ഇസ് ഈക്വൽ ടു u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ. എന്താണത്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ nth സെക്കൻഡ് ഇസ് ഈക്വൽ ടു u പ്ലസ് a/2 ഇൻറ്റു 2n-1. ആ ഇക്വേഷൻ എഴുതി വെച്ചോ. ആ ഇക്വേഷൻ നമ്മൾ എന്താ വിളിക്കാം? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണോ ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ ആണോ? Fourth equation of motion. ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും. ഇവിടെ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? nth സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണോ നമ്മളെ ചോദ്യത്തെ ചോദിച്ചത്? Yes, third second. തേർഡ് സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് n-ന് പകരം ഇവിടെ 3 എടുക്കാം അല്ലെ ഈ ചോദ്യത്തില്? അല്ലേ? Yes, sir. ശരിയല്ലേ? ശരിയല്ലേ? Yes, sir. ഫ്രീലി ഫാളിംഗ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെയും u0 തന്നെയല്ലേ? u0 തന്നെയല്ലേ? അല്ലേ? ഫ്രീലി ഫാളിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് u0 അല്ലേ? അല്ലേ കുട്ടികളെ? Yes, sir. ആക്സിലറേഷൻ -g തന്നെയല്ലേ? അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ തേർഡ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? 0 u0 ആയതുകൊണ്ട് 0 പ്ലസ് a/2 പകരം നമുക്ക് എന്ത് ചെയ്യാം? -g എഴുതിക്കൂടെ? 2n-1 എന്ന് പറഞ്ഞാൽ 2 into 3 -1 അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ തേർഡ് സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ജിക്ക് പകരം 10 എന്ന് കൊടുക്കുകയാണ്. -10/2 ഇൻറ്റു 2 3s are 6 6 - 1 എത്രയാ? 5 അല്ലേ? 5. അങ്ങനെയാണ് എന്ത് കിട്ടും? -25 മീറ്റർ എന്ന് കിട്ടും. കിട്ടുമോ? Yes, sir. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് മൂന്നാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം നീങ്ങിയിട്ടുണ്ട്? മൂന്നാമത്തെ സെക്കൻഡിൽ ആ സബ്സ്റ്റൻസ് 25 മീറ്റർ ദൂരം നീങ്ങിയിട്ടുണ്ട് അല്ലെ? ഉണ്ടോ? Yes, sir. -25 എന്ന് കിട്ടിയത് താഴത്തേക്കാന്നുള്ളത്. താഴത്തേക്ക് ആയതുകൊണ്ടാണ് -25 എന്ന് കിട്ടിയത്. ക്ലിയർ ആണോ? Yes, sir.
അപ്പൊ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സാറേ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയത്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൽ ഒരു ദൂരം നീങ്ങി, സെക്കൻഡിൽ വേറൊരു ദൂരം നീങ്ങൂലേ? ഇല്ലേ? എന്താ കുട്ടികളെ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് കണ്ടുപിടിക്കുകയാണ് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതേ സാധനം തന്നെ യൂസ് ചെയ്യാം. നമ്മളുടെ ഇപ്പൊ പഠിച്ച ഏത് ഇക്വേഷൻ? തേർഡ് ഇക്വേഷൻ ആണോ ഫോർത്ത് ഇക്വേഷൻ ആണോ? ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെ യൂസ് ചെയ്യാം. ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറുതെ ഞാനിവിടെ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളിലേക്ക് കൂടി മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്ക് ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? n എത്രയാ? 2. u എത്രയാ? 0. a എത്രയാ? -g. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് ആണെങ്കിൽ u പ്ലസ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് a/2 എന്ന് പറയുന്നതിന് പകരം -10/2 അല്ലേ? 10/2 അല്ലേ? ഇൻറ്റു 2n - 1 എന്ന് പറയുന്നത് 2 × 2 - 1 ശരിയാണോ? എന്ത് കിട്ടും? -5 × 4 - 1 3 അല്ലേ? അപ്പൊ എത്ര കിട്ടി? -15 മീറ്റർ. -15 മീറ്റർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ -15 മീറ്റർ ആണ് രണ്ടാമത്തെ സെക്കൻഡിൽ നീങ്ങിയത് അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൽ എത്ര ദൂരം നീങ്ങിയിട്ടുണ്ടാവും? നമ്മള് പോവുകയാണെങ്കിൽ വീഡിയോയിൽ തന്നെ പോയിട്ട് ഫസ്റ്റ് സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, അത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ സെയിം ഫോർമുല യൂസ് ചെയ്താൽ പോരെ? ആണോ? ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ 0 പ്ലസ് -10/2 ഇൻറ്റു 2 × 1 - 1 ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. അത് എത്ര കിട്ടുക? -5 × 1 ദാറ്റ് ഇസ് -5 മീറ്റർ. അപ്പം എന്ത് കിട്ടി? ഫസ്റ്റ് സെക്കൻഡിൽ എത്ര ദൂരം നീങ്ങിയിട്ടുണ്ട്? -5 മീറ്റർ. അതായത് 5 മീറ്റർ അല്ലേ? ആണോ? നോക്കി നോക്ക്. 5 + 15 + 25 എത്രയാ? 45. അത് തന്നെയല്ലേ മറ്റേ ചോദ്യത്തില് മറ്റേ ഉത്തരവായിട്ട് കിട്ടിയത്? ആണോ? 3 സെക്കൻഡോടുള്ള ഡിസ്പ്ലേസ്മെന്റ് 45 ആണെന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അപ്പം 3 സെക്കൻഡ് കൊണ്ട് 45 മീറ്റർ ഒരു സബ്സ്റ്റൻസ് ഫ്രീലി ഫോളിംഗിൽ നീങ്ങുമെങ്കിൽ അതിലെ ഒന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്ററും രണ്ടാമത്തെ സെക്കൻഡിൽ 15 മീറ്ററും മൂന്നാമത്തെ സെക്കൻഡിൽ 25 മീറ്ററും ആണ് നീങ്ങുക. അത് മനസ്സിലാക്കിയോ? അതിൽ നിന്ന് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. എന്ത് പാറ്റേൺ? ശ്രദ്ധിച്ചോ. ഇതിൽ നിന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ എന്താണെന്നാല് ഞാൻ വെറുതെ ചോദിക്കട്ടെ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ഇസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് ഇസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ തേർഡ് സെക്കൻഡ്. അത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് എത്ര കിട്ടിയത്? 5. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെക്കൻഡ് എത്ര കിട്ടിയത്? 15. മൈനസ് എന്നുള്ളത് അതിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതല്ലേ? ആയിക്കോട്ടെ. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ തേർഡ് സെക്കൻഡ് എത്രയാ? 25. അങ്ങനെയാണെങ്കിൽ 5:15:25 1:3:5 എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? അപ്പോ താഴോട്ടേക്ക് വീഴുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ ഓരോ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെയും റേഷ്യോ എങ്ങനെ ഉണ്ടാവും? 1:3:5. അതിന് അടുത്ത് എന്തായിരിക്കും? 5 കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കും? 7. അടുത്ത എന്തായിരിക്കും? 9 അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ്സ് ഈക്വൽ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് 1:3:5:7:9 ആ മോഡലിൽ വരും അല്ലെ? മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയില്ലേ? കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയല്ലേ? എന്നിട്ട് അതിന് താഴെ എഴുതുക therefore ratios of displacement in a freely falling substance, therefore ratios of displacement in a freely falling substance in equal interval of time will be 1:3:5:7:9 etc. എഴുതിയോ? എഴുതിയ കുട്ടികളെ? Yes, sir. ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നമ്മളുടെ ഈ വീഡിയോ ഇപ്പോൾ അവസാനിക്കും. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ? Yes, sir. Okay, you can take a break.